ഇത് പേടിക്കാനല്ല. മുസ്ലിമീങ്ങളായ ആളുകൾ അവിടെ പേടിക്കാതെ നിലകൊള്ളണം എന്ന് നബി തങ്ങൾ പറയുമായിരുന്നു. ലോകാവസാനം വരെ എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം ആളുകൾ ആരെന്ത് പേടിപ്പിച്ചാലും പേടിക്കാതെ, ആരെന്ത് പ്രകോപനങ്ങൾ ചെയ്താലും പ്രലോഭനങ്ങൾക്കും പ്രകോപനങ്ങൾക്കും അടിമകളാവാതെ സത്യത്തിന്റെ മാർഗത്തിൽ നെഞ്ചൊടുപ്പോടെ തലയുയർത്തി നിൽക്കുന്ന ഒരു വിഭാഗം എന്റെ ഉമ്മത്തിൽ ഖിയാമത്ത് നാൾ വരെ ഉണ്ടായിരിക്കും. ആരെന്ത് ചെയ്താലും അവരുടെ ഈമാൻ ഇളകുകയില്ല, അവർക്കൊരു പ്രയാസവും വരികയില്ല. ആ വിശ്വാസികളെ മുഴുവനും ഏറ്റെടുക്കാൻ കാലത്തിന്റെ യുഗപുരുഷൻ ഇമാമുന മഹ്ദി റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കാൻ വരുന്നത് വരെ അവരാർക്കും ഒരു പ്രയാസവും വരില്ല. അതുകൊണ്ട് നിങ്ങളാണ് ഉത്തമർ, നിങ്ങളാണ് അൻതുമുൽ അഅലൗൻ വ അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങളാണോ ഈമാനുള്ളവരെങ്കിൽ ഇതാ നിങ്ങൾക്ക് വിജയമുണ്ട്. നിങ്ങളെ പരാജയപ്പെടുത്താൻ നിങ്ങളിൽ ആണുങ്ങളെയോ പെണ്ണുങ്ങളെയോ വിഷമിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അതുകൊണ്ട് അല്ലാഹുവിൽ ഉറച്ചു വിശ്വസിക്കുക. നമ്മൾ അറിയണം നമ്മൾ റസൂലുള്ളാഹിനെ കാണാത്തവരാണ്. നമ്മൾ അറിയണം നമ്മൾ വിശുദ്ധ ഖുർആൻ ഹബീബിന് ഇറങ്ങുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് തണുത്തുറച്ച രാത്രിയിൽ കിടന്ന് പിടക്കുന്ന വിറക്കുന്നത് നബി തങ്ങൾക്ക് വഹി വരുന്നരങ്ങും ആയിഷ ബീവി പറയുന്നുണ്ട്, തണുത്തുറച്ച ഐസ് പോലെ തണുപ്പുള്ള മദീനയുടെ തണുപ്പിൽ അല്ലാഹുവിന്റെ റസൂലിന് വഹി വന്നാൽ അവിടുത്തെ നെറ്റിത്തടത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ ധാരധാരയായി ഒഴുകുമായിരുന്നു. ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. വിശുദ്ധ ഖുർആൻ രണ്ട് ചട്ടകൾക്കിടയിലാണ് നമ്മൾ കണ്ടത്. ഹബീബിനെ നമ്മൾ കണ്ടോ? ഇല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയുമായിരുന്നു, എന്റെ ഇഖ്വാനികൾ, എന്റെ സഹോദരന്മാർ ഇതുവരെ ലോകത്ത് വരാത്തവരാണ്, ഇനി ലോകത്ത് വരാൻ പോകുന്നവർ.